ഹായ് ഫ്രണ്ട്സ്, ഇന്ന് താര എഴുതിയിരിക്കുന്ന മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് താര. എനിക്ക് 43 വയസ്സുണ്ട്. 20ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം. വിവാഹശേഷമാണ് ഞാൻ പഠിപ്പൊക്കെ തീർത്തത്. പക്ഷേ ജോലിക്കൊന്നും പോയില്ല. കാരണം ഭർത്താവിൻ്റെ വൃദ്ധയായ മാതാവിനെ നോക്കണം. പിന്നെ അത് മാത്രമല്ല മാഡം, കുറേ സ്ഥലവും കൃഷിയും റബ്ബറും ഒക്കെ ഉണ്ട്. അതിന് വരുമാനമൊക്കെ നോക്കണം. അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ തന്നെ നിന്നു. ഭർത്താവ് 3 മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഗർഭിണിയായി. പിന്നീട് കുട്ടിയുടെ 1ാം പിറന്നാളിനാണ് അദ്ദേഹം വന്നത്. ബാക്കി എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് അമ്മായിമ്മയാണ്. അമ്മായിമ്മ ഒരു പാവമാണ്. വയ്യ എങ്കിൽ കൂടിയും എന്നോട് ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിൽക്കാൻ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു. ഇത്ര ചെറിയ പ്രായത്തിലെ ഗർഭവും മറ്റു കാര്യങ്ങളുമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഭർത്താവിനോട് താല്പര്യം തോന്നുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗർഭിണിയായിപ്പോയി. പിന്നെ ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിൻ്റെ അച്ഛനല്ലേ, അപ്പോൾ സ്നേഹം കൂടും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഏകദേശം അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നീട് വന്ന ലീവിന് ഞാൻ പിന്നെയും ഗർഭിണിയായി. ഉടനെ തന്നെ അടുത്ത പ്രസവമുണ്ടായി. അപ്പോഴേക്കും ഭർത്താവിൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നെ എൻ്റെ അമ്മയാണ് കൂടെ വന്ന് കുട്ടികളെയൊക്കെ നോക്കിയത്. ഞാൻ സത്യം പറഞ്ഞാൽ സംതൃപ്തയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഭർത്താവും ഞാനും തമ്മിൽ വഴക്കോ വക്കാണോമില്ല. എങ്കിലും എവിടെയോ അദ്ദേഹത്തോട് എനിക്ക് അടുപ്പക്കുറവുണ്ടായിരുന്നു. അദ്ദേഹം വരുന്നു കേൾക്കുമ്പോൾ എനിക്ക് യാതൊരു ത്രില്ലുമില്ല, ഒരു രസവുമില്ലാത്ത അവസ്ഥയായിരുന്നു. 2 കുട്ടികൾ പടയുന്നുണ്ടായി. പക്ഷേ അതിൻ്റെ എന്തെങ്കിലും ഇഴയെടുപ്പം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുമില്ല. ചുരുക്കം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ രസങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നും അറിയാത്ത ഒരു പൊട്ടിയായി ഞാൻ തുടർന്നു പോന്നു. എൻ്റെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സാന്ദ്രമായി. അമ്മയാകുമ്പോൾ എൻ്റെ കാര്യങ്ങളിൽ ഒന്നും വിചാരിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പുറത്തൊക്കെ ഇറങ്ങിപ്പോകാനും മറ്റുള്ളവരോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അതെനിക്കൊരു റിലാക്സേഷനായിരുന്നു. ആ സമയത്താണ് എൻ്റെ അമ്മ പറഞ്ഞത്, എടി, ഈ യൂറോപ്യൻ ക്ലോസറ്റൊന്നും എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. ഒരു കാര്യം ചെയ്യ്, ഇഷ്ടംപോലെ പണമുണ്ടല്ലോ, വീടിന് പുറത്ത് ഒരു സാധാരണ ബാത്റൂം നിർമ്മിക്ക്. അതായിരിക്കും നല്ലത്. എനിക്ക് വീടിനകത്തുള്ളതൊന്നും ഇഷ്ടമല്ല, പുറത്ത് കുളിച്ച ശീലം. അപ്പോൾ ഒരു ബാത്റൂം നിർമ്മിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗകര്യം ചെയ്തു കൊടുക്ക്. ഞാനാണെങ്കിൽ കൊച്ചച്ഛനോട് പറയാം മേശിരിപ്പണിക്കാരെ കൊണ്ടുവരാമെന്ന്. അങ്ങനെ ഭർത്താവിൻ്റെ കൊച്ചച്ഛനാണ് അതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. മേശിരിപ്പണിക്കാർ വന്ന് സ്ഥാനമൊക്കെ നോക്കി. അവർ പുതിയ ബാത്റൂം കെട്ടാൻ തുടങ്ങി പുറത്ത്. അന്ന് എനിക്ക് 26 വയസ്സ് പ്രായം കാണും മാഡം. അതേ പ്രായത്തിലുള്ള ഒരു ചെക്കനും മേശിരിയായിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഞാൻ പ്രായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ പ്രായം തന്നെയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് വിളിച്ചാൽ മതിയെന്ന്. എങ്കിലും അവനൊരു മടി. ചോദിച്ചു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഗ്രാമത്തിൽ തന്നെയുള്ള ആളാണ്. പക്ഷേ എനിക്കധികം ആൾക്കാരെ അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ കാണാതിരുന്നത്. പക്ഷേ അവനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജോലി എടുക്കുന്നവനാണെന്ന് പറയുകയില്ല. നല്ല വെളുത്ത് തൊടുത്ത് ബലിഷ്ടമായി ഏത് പെണ്ണും മോഹിക്കുന്ന സൗന്ദര്യമുള്ള ഒരാൾ. അവൻ്റെ ദേഹത്ത് സിമെൻ്റൊക്കെ പുരണ്ടിരിക്കുന്നത് കണ്ടിട്ട് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ഈ തൊഴിലിന് ഇറങ്ങിയത്? നിനക്ക് വേറെ ജോലിക്ക് പോയിക്കൂടെയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അച്ഛൻ്റെയൊക്കെ കുലത്തൊഴിലാണ്. ഇതെനിക്ക് അറിയുകയും ചെയ്യാം. നല്ല വരുമാനമുണ്ട്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ മുഷിഞ്ഞിരിക്കുന്നെങ്കിലും ഈ ഒരു പണി കഴിയുമ്പോഴേക്കും ഞാനും സുന്ദര കുട്ടപ്പനാകുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും എന്തോ രസം തോന്നി. നിനക്ക് കാമുകയുണ്ടോ? ഉടനെ കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കാമുകയില്ല, ഉടനെ കല്യാണം കഴിക്കാനും താല്പര്യമില്ല. അല്ലെങ്കിലും ചേച്ചിയെപ്പോലെ ഒരാളെ കണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ, അല്ലെങ്കിൽ കഴിക്കില്ലെന്ന്. ഞാൻ ചോദിച്ചു, എനിക്കെന്താ പ്രത്യേകത? അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ. നല്ല ബോഡി ഷേപ്പാണ്, നല്ല മുടിയുണ്ട്, ചുണ്ടുകൾ സ്വാഭാവികമായി ചുവന്നിരിക്കുകയാണ്, ചുണ്ടിനും നല്ല ഷേപ്പുണ്ട്, മൂക്കിനും ഷേപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ചേച്ചി ഒരു സർവാംഗ സുന്ദരിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എന്നെ കളത്തി മുകളിലേക്ക് ഞാനങ്ങ് പോകുമെന്ന്. അങ്ങനെയല്ല, നല്ല സുന്ദരി തന്നെയാണ്. ചേച്ചിയുടെ ഭർത്താവ് ഭാഗ്യവാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അങ്ങേര് ഭാഗ്യവാനായിരിക്കാം, ഞാൻ പക്ഷേ ഭാഗ്യവതിയല്ല. എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ എന്നോട് ചോദിക്കാൻ തുടങ്ങിയത് എന്താണെന്ന്. ഞാനപ്പോൾ പതുക്കെ വിശദമായി പറഞ്ഞു. ഇത്രയും നാളായിട്ടും ഭർത്താവിനോട് എനിക്ക്
വല്ലാത്തൊരു താല്പര്യമോ പ്രേമമോ തോന്നില്ലെന്ന്. അപ്പോൾ എന്നോട് അവൻ പറഞ്ഞു, അത് ചിലപ്പോൾ അങ്ങനത്തെ പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടായിരിക്കാം. ഭാര്യമാർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം, അത് പുറത്തും കൊടുക്കണം, അകത്തും കൊടുക്കണം. അത് അറിയാത്ത ഒരാളായിരിക്കും, അതുകൊണ്ട് പറ്റുന്നതാണ്. ചേച്ചി പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി, സ്നേഹത്തോടുകൂടിയെന്ന്. ഞാൻ പറഞ്ഞു, നല്ല സ്നേഹമൊക്കെയാണ്, പക്ഷേ ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല, ചേരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, അപ്പോൾ പിന്നെ ചേച്ചിക്ക് പുറത്തു നിന്ന് എന്തെങ്കിലും ഒരു ശക്തി വേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാ, നീ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ പൊന്നു ചേച്ചി, ഇതൊക്കെ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞ് ചെയ്യേണ്ട കാര്യമാണോ? ഒതുക്കത്തിൽ ചെയ്യണം, രഹസ്യമായി ചെയ്യണം. അതിനല്ലേ രാത്രി എന്ന് പറയുന്ന ഒരു സമയമുള്ളത്. ചേച്ചിക്ക് ഇഷ്ടമുള്ള, അറിയാവുന്ന, അല്ലെങ്കിൽ പഴയ കാമുകന്മാരോ ബന്ധുക്കളോ ചേട്ടൻ്റെ ബന്ധുക്കളോ അതിലൊക്കെ നല്ല സൗന്ദര്യമുള്ള ആളുകൾ കാണില്ലേ, മനസ്സിന് പിടിക്കുന്നവർ? അവരിൽ ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കണം. അവരൊക്കെ ചേച്ചിയെ ചിലപ്പോൾ കൊതി കൊണ്ട് നോക്കുന്നുണ്ടായിരിക്കാം. അതുമാത്രമല്ല, ചേച്ചി ഓർത്ത് അവർ വിക്ഷേപണവും നടത്തുന്നുണ്ടാകാം. ഒന്ന് പോടാ, അങ്ങനെയുള്ള ആരുമില്ല. താല്പര്യത്തോടു കൂടി ആരും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോൾ ചേച്ചി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ചേച്ചി ഇങ്ങനെ വീടിനുള്ളിൽ ഇരുന്നാൽ പോരാ. ഞാനിപ്പോൾ ഇറങ്ങിയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ആൾക്കാരോട് കൂടുതൽ മുഖത്ത് നോക്കി സംസാരിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. അയ്യടാ, നാട്ടിലെനിക്ക് പേരുദോഷം ഉണ്ടാക്കാനുള്ള വഴിയാണോ നീ പറഞ്ഞു തരുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞിട്ട് കാര്യമില്ല, ചേച്ചിക്ക് ബുദ്ധിയില്ല, ഇതൊക്കെ തന്ത്രപരമായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഞാൻ പറഞ്ഞു, എനിക്കത്ര ബുദ്ധിയും തന്ത്രവും ഒന്നുമില്ല, പിന്നെ അറിയാവുന്നവരുമില്ല. അങ്ങോട്ട് കയറി ചെന്ന് എനിക്ക് കൈയും കാലും ഒന്നും കാണിക്കാൻ വയ്യ. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. ഭർത്താവ് വരുമ്പോൾ ഭർത്താവ് തന്നെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു. ഞാൻ നിരാശയോടുകൂടി മുഖം ഇങ്ങനെ താഴ്ത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നീ ചിലപ്പോൾ എന്നെ ഓർത്ത് ഇവിടെ വന്നതിൽ പിന്നെ വിക്ഷേപണം ചെയ്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, മിക്കവാറും ആ സ്ഥിതിയിലാവും പോകുമ്പോഴേക്കും. പക്ഷേ ചേച്ചിക്ക് എന്നെപ്പോലുള്ളവരെ ഇഷ്ടമല്ലോ. ഞാൻ പറഞ്ഞു, നിനക്കെന്താ കുറവ്? കുളിച്ചു കഴിഞ്ഞാൽ അതീവ സുന്ദരനാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എന്നാലും ചേച്ചിക്ക് എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താണ്? അപ്പോൾ റിസ്ക് എടുത്ത് നീ വരുവോടാ മോനെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, റിസ്ക് എടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടുത്താൽ എനിക്ക് മറ്റൊന്ന് അറിയാമായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡിനോട് എനിക്കൊരു താല്പര്യമില്ലല്ലോ, വേറെന്തൊക്കെയുണ്ടെന്ന് ആളുകൾ പറയുന്നു, വായിക്കുന്നു, എല്ലാം നമ്മുടെ മനസ്സിലേക്ക് കയറുകയല്ലേ. ഭർത്താവിനോടൊത്തുള്ള ബന്ധം ഇനി പച്ച പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എങ്കിൽ ഞാൻ ചേച്ചിക്ക് വേണ്ടി വരാൻ ഡബിൾ തയ്യാറാണെന്ന്. ശരി മോനെ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഡീൽ ഉറപ്പിച്ചു. ഒരു ഡേറ്റിൽ അവൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അവനിടയ്ക്ക് നല്ല തിരക്കായിപ്പോയി. പിന്നെ ബാത്റൂമിൻ്റെ തട്ടൊക്കെ ഇളക്കി കഴിഞ്ഞ് ഒരു ദിവസം എന്നോട് പറഞ്ഞു വരാമെന്ന്. പക്ഷേ വീടിനകത്തേക്ക് കയറാൻ മടിയാണ്, പേടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, നീ പണിതിട്ട സ്ഥലം തന്നെ ഉണ്ടല്ലോ, അത് കുറച്ച് വിശാലമാണല്ലോ, ഇപ്പോൾ ഒന്നും അതിൽ ഫിറ്റ് ചെയ്തിട്ടില്ല, നീ ഉണ്ടാക്കിയെടുത്ത് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെ സെറ്റാക്കി. രാത്രി 11:30 കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്ന് അവിടെ നിന്നു. എന്നിട്ട് ചെറിയൊരു സിഗ്നൽ എനിക്ക് തന്നു. പരിക്കിനിട്ട തറയാണ്. ഞാനാണെങ്കിൽ അവിടെ നേരത്തെ കൊണ്ടുവന്ന് ഒരു പാ വെച്ചിരുന്നു. കാര്യം ആവശ്യം വരും, പായില്ലാതെ എങ്ങനെയാ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അത് ഒത്തിരി ഉപകാരമായി. അകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും അവൻ അതൊന്നും ഓർത്തില്ല. അവൻ ഓർത്തത് ഭിത്തിയായിരിക്കാം ഏറ്റവും നല്ലതെന്ന്. ഇത്തിരി കഴിഞ്ഞപ്പോൾ സ്നേഹപ്രകടനങ്ങൾ കൊഴുത്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദേ ഇവിടെ ഞാനൊരു പാ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. അവൻ എന്നെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചി ഒരു അതീവ മിടുക്കി തന്നെയെന്ന്. പക്ഷേ മാഡം, പാ ഞങ്ങളെ ചതിച്ചു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പായുള്ളപ്പോൾ കൂടുതൽ വിസ്താരമായ സമതലങ്ങളിലേക്ക് മേയാൻ തോന്നുമല്ലോ. പക്ഷേ അവിടെ കലമാൻ കൊമ്പുകൾ മേഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാവം അങ്ങ് മാറി. ഇത് രാത്രിയാണെന്നും ഇത് ബെഡ്റൂം അല്ലെന്നും ഇതൊരു രഹസ്യബന്ധമാണെന്നുമുള്ളത് ഞാൻ മറന്നുപോയി. ഭർത്താവിന് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ കോവയ്ക്ക കൊണ്ട് എനിക്കൊരു കറി പോലും വയ്ക്കാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടത് വല്ല പടവലമോ അല്ലെങ്കിൽ പാവയ്ക്കായോ ആണ് എന്നെനിക്ക് തോന്നി. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു പീച്ചിങ്ങയാണ്. അപ്പോൾ ഇതുകൊണ്ട് കറി വെച്ചെങ്കിൽ മാത്രമേ എനിക്ക് ശരിയാകൂ എന്ന് മനസ്സിലായി. ഇതാണ് എൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. മാഡം,
വീട് അടുത്ത് തന്നെയാണല്ലോ. ശബ്ദങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് ഞാൻ ഓർത്തില്ല. ആദ്യമായിട്ടാണ് ഒരു ശബ്ദ സൗകുമാര്യം എന്നിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത്. എന്തായാലും ഉച്ചസ്ഥായിലായി കഴിഞ്ഞപ്പോഴേക്കും മുറിക്കുള്ളിൽ കിടന്ന അമ്മ കേട്ടു. അമ്മയ്ക്ക് ഉറക്കം കുറവാണ്. അമ്മ വന്ന് ഞങ്ങളുടെ മേൽ ലൈറ്റ് അടിച്ചപ്പോഴാണ് ഞങ്ങൾ എണീറ്റത്. പരിസരബോധമുണ്ടായത് അപ്പോഴാണ്. രാത്രിയായതുകൊണ്ട് അമ്മ ബഹളം വെച്ചില്ല. അവനോട് പോകാൻ ദേഷ്യത്തോടുകൂടി പറഞ്ഞു. 2 തെറിയും വിളിച്ചു. എന്നെയും പിടിച്ചു വലിച്ചുകൊണ്ട് അമ്മ അകത്ത് വന്നു. എന്തൊരു തോന്നിയാസാണ് കാണിക്കുന്നത്. നിന്നെ ഞാൻ ഇങ്ങനെയാണോ വളർത്തിവിട്ടത്? നിന്റെ ഭർത്താവില്ലേ? നീ ഭർത്താവുള്ളൊരു സ്ത്രീയാണെന്ന് ഓർക്കണം. 2 കുട്ടികളുമുണ്ട്. നീ എന്ത് അഴിഞ്ഞാട്ടമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞു. കുറേ വഴക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഞാൻ എതിർക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് ഞാനിങ്ങനെ ആയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വളരെ ചെറുപ്പത്തിലേ നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. എനിക്ക് 8 പൊട്ടും അറിയില്ലായിരുന്നു. ഭർത്താവിലൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് 2 കുട്ടികൾ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ രസമെന്താണെന്നോ സുഖമെന്താണെന്നോ അറിഞ്ഞിട്ടില്ല. ഈ വീട്ടിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് അമ്മ എന്നോട് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവുമായിട്ട് എനിക്കൊരു അടുപ്പം തോന്നുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു സുഖസൗകര്യങ്ങളും ഇതുവരെ അനുഭവിക്കാൻ എനിക്ക് പറ്റിയിട്ടുമില്ലെന്ന്. അമ്മ താടിക്ക് കൈ കൊടുത്തു. ഇങ്ങനെയൊക്കെ ഒരു കഥ ഇതിന് പിറകിൽ നടക്കുന്നുണ്ടോ? എടി, അവൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ നിന്റെ കൊഞ്ചലും കുഴച്ചിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും മതവിധം ആഘോഷിക്കാണെന്ന് തോന്നുമല്ലോ എന്ന്. അത് പിന്നെ അദ്ദേഹത്തിന് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ട് എന്തെങ്കിലും ആകുമോ? അമ്മ ഒരു ഭാര്യയല്ലേ, അമ്മയ്ക്ക് അറിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, കാര്യമൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇത്രയും വലിയ സമ്പത്തുള്ളവൻ, 2 കുട്ടികളുമുണ്ട്. അവനെയൊക്കെ വിട്ടിട്ട് ഇതുപോലുള്ളൊരു പണിക്കാരനോട് ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം കുളമാകുമെന്ന്. അത് കേട്ട് ഞാൻ പറഞ്ഞു, ഒളിച്ചോടി പോകുകയോ? എനിക്ക് ഒളിച്ചോടി പോകാനോ അല്ലെങ്കിൽ ഈ ബന്ധം ഉപേക്ഷിക്കാനോ ഒന്നും യാതൊരു താല്പര്യമില്ല. എനിക്ക് ഒരു റിലാക്സേഷൻ അത്രയേ ഉള്ളൂ. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവനെ പ്രേമിച്ച് അവൻ്റെ കൂടെ ഒളിച്ചോടി പോകാൻ നടക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ആഹാ, നിനക്ക് വലിയ അതിബുദ്ധിയാണല്ലോ. ഇവനാണോടി ആദ്യം, അതോ നേരത്തെ നാട്ടുകാർ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല അമ്മേ, ഇവനാണ് ആദ്യം. അവനാണ് എന്നോട് ട്രിക്കുകളൊക്കെ പറഞ്ഞു തന്നേന്ന്. അപ്പം അമ്മ പറഞ്ഞു, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാക്കാത്ത ഏതെങ്കിലും ആണുങ്ങളാണെങ്കിൽ ഓക്കെ, ഞാനും കണ്ണടച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും അവനെ ഞാൻ വിളിച്ചു വരുത്തുകയായിരുന്നു. അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അമ്മ പറഞ്ഞു, ഇനി രാത്രി ആരും അറിയാതെ പുറകുവശത്തെ കതക് തുറന്നു കൊടുത്താൽ മതി, അവൻ വന്നോളും. നേരെ വിളിക്കുന്നതിന് മുമ്പ് പോവുകയും ചെയ്യണമെന്ന് പറഞ്ഞ് അമ്മ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ തന്നു. അങ്ങനെയാണ് മാഡം കുറേ വർഷം മെയിൻറ്റെയിൻ ചെയ്ത് പോയത്. പക്ഷേ ഇതിനിടയ്ക്ക് അമ്മ എന്നോട് ഒരു ദിവസം ചോദിച്ചു, അല്ല, നീ മാത്രം ഇങ്ങനെ കുളം കലയ്ക്ക് നടന്നാൽ മതിയോ? അമ്മയ്ക്കും കലങ്ങി കുളത്തിലിറങ്ങാൻ ഒന്നാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അവനോട് ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, പറഞ്ഞു നോക്കിയാൽ പോരാ, കാര്യം നടക്കണം. നിനക്ക് കൂട്ടു നിൽക്കുന്നതിൽ എനിക്ക് ലാഭം വേണം, എനിക്കും വേണം റിലാക്സേഷൻ എന്നുള്ള രീതിയിലായിരുന്നു അമ്മയുടെ പറച്ചിൽ. അങ്ങനെ അവനോട് പറഞ്ഞപ്പോൾ അവൻ ആദ്യം സമ്മതമല്ല. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അമ്മയും അവിടെ ഒന്ന് ആരാധന ചെയ്ത് പ്രീതിപ്പെടുത്തിയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ സമ്മതിച്ചത്. അങ്ങനെ കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നീട് അവൻ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളെ അവോയ്ഡ് ചെയ്തു. അത് ഒരു വാശിയായിരുന്നു. അപ്പോൾ 2ാമതൊരാളെ കണ്ടുപിടിക്കേണ്ട മാഡം, ഇടക്കാല ആശ്വാസം. അങ്ങനെ അമ്മയാണ് അതിനൊരാളെ കണ്ടുപിടിച്ചത്. എൻ്റെ ഭർത്താവിന് തന്നെ ഒരു ബന്ധുവാണ്, സഹായത്തിനൊക്കെ വിളിക്കും. അവൻ ആ വന്നു പോയ ആദ്യത്തെ ആളെക്കാളൊക്കെ ഒത്തിരി സൗന്ദര്യമുള്ള ആളാണ്. പക്ഷേ കല്യാണം കഴിച്ചതാണ്. അതിനെന്താ, നമുക്ക് ഉപകാരപ്പെട്ട പോരെ. അമ്മ തന്നെയാണ് ആദ്യം കാര്യങ്ങൾ റെഡിയാക്കിയത് അമ്മയ്ക്ക് വേണ്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ പാസ് ചെയ്യുകയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അമ്മയും ഞാനും കൂടി കുറേയധികം ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് വയ്യാതായി. അമ്മ തിരിച്ച് കുടുംബത്തിലേക്ക് പോയി. എൻ്റെ സഹോദരനാണ് നോക്കുന്നത്. ഞാൻ തനിയെ ജീവിക്കാൻ തുടങ്ങി. എങ്കിലും ഭർത്താവ് വർഷത്തിലൊരിക്കലേ വരികയുള്ളൂ. ഗൾഫിലെ ജോലി വിട്ട് വരികയുമില്ല. എന്നെ ഒട്ട് കൊണ്ടുപോവുകയില്ല. കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കി എനിക്ക് വേണ്ട മാഡം ഒരു സന്തോഷം. അങ്ങനെ എൻ്റെ ജീവിതം സോഷ്യൽ മീഡിയയിൽ കൂടി അനിയന്ത്രിതമായി. എങ്ങനെ, എത്ര പേർ, എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വിരലിലെണ്ണാവുന്ന ബന്ധങ്ങളല്ല എനിക്കുള്ളത്. അതിനുമൊക്കെ കൂടുതൽ. എന്തായാലും ഒരു 500 എന്ന് മാഡത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാഡം എന്നെ ഓടിക്കും. എങ്കിലും അത് ശരിയാണ്, കണക്കുകളില്ല. അത്രത്തോളം വിപുലമായ ബന്ധങ്ങളിലേക്ക് ഞാൻ പോയിരുന്നു. അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ കഴിഞ്ഞ വർഷമാണ് ഗൾഫിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. കാലൊക്കെ ഒടിഞ്ഞ് വലിയ പ്രശ്നമായി. നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിച്ച് ഭർത്താവ് ഇവിടെ തന്നെ നിൽക്കാൻ തുടങ്ങിയത്. അതാണ് എൻ്റെ ടെസ്റ്റുകൾക്ക് തുടക്കം.
ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദേഹത്തിന് ആവതില്ല. അതുമാത്രമല്ല, അദ്ദേഹം പിന്നീട് കുറച്ച് മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും കാര്യപ്രാന്ത പ്രദേശങ്ങളിലേക്ക് കടന്നെങ്കിലും കാര്യമായി ഒരു സാധ്യതയില്ലാത്ത വണ്ണം എനിക്കവിടെ ശൂന്യമായി അനുഭവപ്പെട്ടു. പതുക്കെ ഭർത്താവിനോട് ഞാൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഭർത്താവിന് അറിയില്ല. അതിൻ്റെ കുറവ് കൊണ്ടാണ് ഞാൻ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കിട്ട് പിരിയുമെന്നായി. ഞാൻ പറഞ്ഞു, ഞാൻ 2 കുട്ടികളും കൂടെ എൻ്റെ വീട്ടിൽ പോവുകയാണ്, എനിക്ക് ഈ വിവാഹബന്ധം വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ഒന്ന് ഞെട്ടി. കാര്യം ഇപ്പോൾ പ്രായമായല്ലോ. ഉടനെ പുള്ളിക്കാരൻ എന്താ അതിൻ്റെ പ്രശ്നം, നീ എന്തിനാണ് ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു. അന്ന് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. കാര്യം രണ്ടും കൽപ്പിച്ചായിരുന്നു. ഇനിയും ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ അരിമണി കൊണ്ടൊന്നും എൻ്റെ വിശപ്പ് അടങ്ങുകയില്ല. എനിക്ക് വലിയ ആനമുട്ട തന്നെ വേണം, പുഴുങ്ങി കഴിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് വിശപ്പടങ്ങൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭർത്താവ് ഒന്ന് ഞെട്ടി. അപ്പോൾ നീ എന്നെ വഞ്ചിക്കായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് വഞ്ചിക്കാനാണ്? നിങ്ങൾ അവിടെ കിടന്ന് ജോലി ചെയ്തു, ഇങ്ങോട്ട് വന്നില്ല, എൻ്റെ കാര്യം നോക്കിയില്ല. ഇനി നോക്കാനാണെങ്കിലും നിങ്ങൾ അങ്ങോളം ഇങ്ങോളം എത്തില്ല, പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ശാന്തനായി. എന്നിട്ട് ആരായിരുന്നു നിനക്ക് കൂട്ടെന്ന് ചോദിച്ചു. ഒത്തിരി പേരുണ്ടെങ്കിലും ഞാൻ അവസാനം ഞങ്ങളുടെ ഒരു ബന്ധുതനയിലെ അയാളുടെ പേര് പറഞ്ഞു. വല്ലപ്പോഴും ഒന്ന് കുളിർമഴ പൊഴിയാൻ അയാൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഭർത്താവ് കുറച്ചുകൂടി ശാന്തനായി. സാരമില്ല, തെറ്റുപറ്റിപ്പോയത് ഞാനങ്ങ് ക്ഷമിക്കാം. ഞാൻ പറഞ്ഞു, ക്ഷമിച്ചാൽ മാത്രം പോരാ, ഇനി എനിക്ക് മുന്നോട്ട് പോരാൻ തങ്കരഥം തന്നെ വേണം, ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒരിക്കലും ബന്ധുവായ ഒരാളുമായുള്ള ബന്ധം ഞാൻ സമ്മതിക്കില്ല, അത് നാണക്കേടുണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, അയാൾ ഇനി വരുന്നില്ല, അയാളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ആക്ച്വലി അയാളുമായിട്ടുള്ള ബന്ധമൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് വർഷങ്ങളായിരുന്നു. എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ചെറുപ്പക്കാരായിരുന്നു കൂട്ടുകാർ. അവരുമായിട്ട് വൈകാരികമായ ബന്ധങ്ങളൊന്നും എനിക്കില്ല. എല്ലാം അന്നന്നത്തേടം കഴിഞ്ഞു പോകണം, അതുമാത്രം. അല്ലാതെ അവരുമായി പ്രേമിക്കാനും സ്നേഹിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നഷ്ടമാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും മുതിർന്നില്ല. ഹസ്ബൻഡ് കുറച്ച് നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എങ്കിൽ സേഫായിട്ട് ഞാനൊരു വഴി പറഞ്ഞു തരാം. എനിക്കിനി ഈ പ്രായത്തിൽ വിവാഹമോചനത്തിനോ നാണക്കേടുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കാനോ ഒന്നും താല്പര്യമില്ല. ഞാൻ വിവാഹം കഴിച്ചാലും ഇനി വലിയ സക്സസ് ഒന്നും ഉണ്ടാകില്ലെന്നാണല്ലോ നീ പറയുന്നത്. കാര്യം എനിക്ക് ഫീച്ചേഴ്സ് ഇല്ലെന്ന് നീ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നിപ്പോൾ ഞാൻ വേറൊരു പെണ്ണെ കല്യാണം കഴിച്ചാലും എന്ത് കാര്യമാണ്? ഒന്നുമില്ല. അതുകൊണ്ട് പ്രശ്നമുണ്ടാക്കാതെ നിൻ്റെ ഇഷ്ടത്തിന് ഈ വീട്ടിൽ തന്നെ ജീവിക്കാൻ വേണ്ടി ഞാനൊരു ഉപായം പറയാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണെന്ന്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത 3-4 പേർ നാട്ടിലിപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം ഒരേ റൂമിലായിരുന്നു. അവന്മാർക്കൊക്കെ തൽപര കക്ഷികളായിരുന്നു. അവിടെ തന്നെ നല്ല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നിലയ്ക്കാത്ത പല കാര്യങ്ങളിലും താല്പര്യമുള്ളവന്മാരാണ് അവർ വന്ന് വിശദമായി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വന്നെങ്കിൽ മാത്രമേ നിന്നെ മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അവന്മാർ അതിന് ആപ്റ്റായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരെന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ പ്രായമുള്ള ആൾക്കാരല്ലേ, എനിക്ക് വേണ്ട, ശരിയാകില്ലെന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, എടി അവർക്ക് പ്രായം കുറവാണ്, എന്തായാലും 35 വയസ്സിന് താഴെയാണ്, അതുപോലെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നോക്കട്ടെ എന്ന്. ആദ്യം ഫോട്ടോ കാണിക്കാൻ പറഞ്ഞു. ആ ഫോട്ടോ കാണിച്ച 5 പേരിൽ എനിക്ക് 3 പേരെ നന്നായി ഇഷ്ടപ്പെട്ടു. കാര്യം എൻ്റെ ടൈപ്പ് തന്നെയാണ്. അവർക്ക് 3 പേർക്കുമുള്ള അനുവാദമാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ ഹസ്ബൻഡ് ആദ്യ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് എനിക്ക് വേണ്ടി വരാൻ പറഞ്ഞു. ആദ്യത്തെ സുഹൃത്ത് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം അങ്ങേർ ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സൗന്ദര്യമുള്ളവനും രൂപസൗന്ദര്യമുള്ളവനുമായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് യാതൊരു വിധത്തിലുള്ള അടുപ്പക്കുറവില്ല. വന്നപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഹക്ക് ചെയ്തു. എന്നിട്ട്, നിങ്ങൾ ഇപ്പോഴും സുന്ദരിയാണ്, എപ്പോഴും ഞങ്ങൾ ഗൾഫ് വെച്ച് പറയുമായിരുന്നു തൻ്റെ ഭാര്യ അതീവ സുന്ദരിയായിരിക്കും എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അയാൾ ലാളനകൾ ആരംഭിച്ചു. കുട്ടികളൊക്കെ അപ്പുറത്തുണ്ട്, അടങ്ങിയിരിക്കാൻ ഞാൻ പറഞ്ഞു. പിന്നീട് കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് ലാളനകൾക്ക് വേണ്ടി ഞാൻ ഗസ്റ്റ് റൂമിലേക്ക് ചെന്നത്. പക്ഷേ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്തായാലും ഞാൻ അനുവദിക്കുകയാണല്ലോ, അതുകൊണ്ട് നിൻ്റെ യഥാർത്ഥ തത്സ്വരൂപം എനിക്കൊന്ന് കാണണം, കാഴ്ചക്കാരനായി ഞാൻ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, അതിനെന്താ, അവൻ ഇരുന്നോട്ടെ, അവൻ അറിയാത്തതായി എന്തുണ്ട് എന്ന് പറഞ്ഞു.
പക്ഷേ ഇത്തിരി കഴിഞ്ഞ് അങ്ങേർ രസക്കടൽ ഒഴുക്കി വിട്ടപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് മനസ്സിലായത് ഞാൻ എത്രത്തോളം ഊർജ്ജസ്വലയായ ഒരു യുവതിയാണെന്ന്. അവസാനം ആറാടി കുളിച്ചു കയറി കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് എന്നെ നോക്കി അമ്പരന്ന് നിന്നു. എടി എന്താ ഇത്, നീ ഒരു കൊടുങ്കാറ്റാണല്ലോ, നിന്നെ മാനേജ് ചെയ്യാൻ എനിക്കൊരിക്കലും പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും അതോടുകൂടി സെറ്റായി. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ വരുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിനും ഗുണമുള്ള കാര്യത്തിനാണ്. കാര്യം ആളുകളിൽ നിന്ന് അദ്ദേഹം പൈസ വാങ്ങിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു ലോകത്തിൽ ഒന്നും ഫ്രീ അല്ലെന്ന്. പക്ഷേ ഇപ്പോൾ പണം കൂടുതൽ വാങ്ങിക്കൊണ്ട് കുറച്ച് മറ്റ് ചില ഞാൻ അറിയാത്ത മേഖലകളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ നിർബന്ധിക്കുകയാണ്. ഞാൻ അതിലേക്ക് കടന്നു തുടങ്ങി. എന്നാലും ഒത്തിരി ബുദ്ധിമുട്ടാണ്. അത്തരം കടന്ന പ്രക്രിയകളൊക്കെ എനിക്കിപ്പോൾ അനുഷ്ഠിക്കേണ്ടി വരുന്നു. നല്ല റിസ്ക് ആയിട്ടാണ് ഇത്രയും നാളെ ജീവിതം പോയത്. ഇപ്പോൾ മാഡത്തിൻ്റെ വീഡിയോ കേട്ടതിന് ശേഷം കുറച്ചൊക്കെ സുരക്ഷാ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മാഡം എവിടെ പോയി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്. ഇനി സുരക്ഷിതമായി മാത്രമേ ഞാൻ പോവുകയുള്ളൂ. ഇതുവരെയും സുരക്ഷിതമല്ലായിരുന്നു. ചെന്ന് ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് മാഡം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും HIV-യുടെയും ടെസ്റ്റാണ് ആദ്യം ചെയ്ത് നോക്കേണ്ടത്. അതിപ്പോൾ സ്വകാര്യ ലാബിലാണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും ചെയ്യും. സ്വകാര്യ ലാബിൽ പോയി ചെയ്യാൻ പറഞ്ഞാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ മെഡിക്കൽ ടെസ്റ്റുകൾക്കെല്ലാം ഇത്തരം ടെസ്റ്റുകളൊക്കെ അനിവാര്യമാണ്. അത് ചെയ്ത് നോക്കുക. കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ സുരക്ഷിതമായി മുന്നോട്ട് പോവുക. മറ്റെന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതിനെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണും, വേദനയോ അല്ലെങ്കിൽ പഴുപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ കുരുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സ്കിൻ ഡോക്ടറെ കാണിക്കാം. അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് പല സമയത്തും പല രീതിയിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വരും. എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ലല്ലോ. എന്തായാലും ഇത് നല്ലൊരു ജീവിത രീതി അല്ലെങ്കിൽ കൂടിയും സുരക്ഷിതമായി മാത്രമേ മുന്നോട്ട് പോകുമെന്ന് തീരുമാനമെടുത്തത് മാത്രമാണ് ഇതിലെ ഒരു പ്ലസ് പോയിന്റ്. ബാക്കി നമുക്കിപ്പോൾ അവരുടെ ജീവിതത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ അവർ നമ്മളോട് അഭിപ്രായം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം അതിൽ കൂടുതലൊന്നും പറയുന്നതുമില്ല.